എണീക്കണം എണീക്കണം. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എണീറ്റേ ഫസ്റ്റ് ക്ലാസ് തേങ്ങാക്കോ എണീച്ചോ. കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ അശോക് ഒന്ന് നിൽക്കൂ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ആർട്സ് ഡേ അല്ലേ? ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. കാണാൻ വരില്ലേ? അതിപ്പോ സമയം കിട്ടുന്ന ഒരു സംശയമാണ്. താനം സ്വരം പാടും ഏതോ പുള്ളിക്കുയിൽ വാഴും. രാഗം താനം സ്വരം പാടും ഏതോ പുള്ളിക്കുയിൽ വാഴും. ചെറുതുള്ളിക്കൂടൻ മനം രാഗം താനം സ്വരം പാടും ഏതോ പുള്ളിക്കുയിൽ വാഴും. ചെറുതുള്ളിക്കൂടൻ മനം ശ്രുതിയായി ലയമായി ഇതിലെ പറന്ന കുയിലും കിളിയും അഴകെ നീയല്ലേ. ശ്രുതിയായി ലയമായി ഇതിലെ പറന്ന കുയിലും കിളിയും അഴകെ നീയല്ലേ. മന്മത സങ്കല്പ സംഗമ കൽപ്പങ്ങൾ എൻ മനസ്സിൽ നീർത്ത നിന്റെ ബിംബം. രാഗം താനം സ്വരം പാടും ഏതോ പുള്ളിക്കുയിൽ വാഴും. ചെറുതുള്ളിക്കൂടൻ മനം മിളഞ്ചോടി കാട്ടിക്കൂട്ടും പരിപാടി പാടി പാടി മുഖത്തുമ്മെ കേറി കൊത്തല്ലേ. കാണാൻ കൊള്ളാം മിളഞ്ചോടി കാട്ടിക്കൂട്ടും പരിപാടി പാടി പാടി മുഖത്തുമ്മെ കേറി കൊത്തല്ലേ. രഹസ്യങ്ങൾ മറനീക്കും നേരം മൊഴികളിൽ മൊഴി പോക്കും നേരം. ഇതുവഴി വരവാകുമോ
രാഗം താനം സ്വരം പാടും ഏതോ പുള്ളിക്കുയിൽ വാഴും ചെറുതുള്ളിക്കൂടൻ മനം. ചായയുടെ പൈസ നാളെ തരാം കേട്ടോ. The dance was fantastic. ഇന്ദു മേനോ സാറിന്റെ മോളാ. ഇന്ദു ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ആ അതങ്ങേരെ ഇംഗ്ലീഷ് പ്രൊഫസർ ആവുന്നതിന് മുമ്പ് അവള് ജനിച്ചു കാണും. കേട്ടോടാ ശേ, ഞാന് ഇംഗ്ലീഷിന് അല്പം വീക്കാ. ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ വീക്കാവുന്നു. അതൊക്കെ പറ. ശ്രീകുമാറെ ഒരു 3 ചായ. പിന്നെ അതെ, എന്നാ ട്യൂഷന് പോന്ന്? ട്യൂഷനോ? ആരാ വീക്കെന്ന് പറ. അപ്പൊ 1ഉം 2ഉം പ്രതികൾ കസ്റ്റഡിയിൽ. അപ്പൊ നിനക്കോ? അല്ല എനിക്കങ്ങനെ കൊച്ചു കള്ള. അപ്പോഴേ ഇംഗ്ലീഷിന് നാമല്ലോ ഒരേപോലെ വീക്ക്. നമുക്ക് ട്യൂഷൻ എമർജൻസി. നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫസറും ഇന്ദുവിന്റെ അച്ഛനുമായ സാക്ഷാൽ മേനോന്റെ വീട്ടിലേക്ക് നമ്മൾ ട്യൂഷന് പോകുന്നു. ഡേയ് നിന്റെ പഴയ ഭാര്യമാരോ? അത് വിടുന്നേ. 16,008 ഭാര്യമാരെ ഭഗവാൻ കൊച്ചു വിഷ്ണു മേയ്ക്കാമെങ്കിൽ എന്റെ നോ പ്രോബ്ലം. ചുമ്മാതി. ആ സുന്ദരിയായ ഒരു മകളുള്ളത് കൊണ്ട് മേനോ സാറിന് ചൂണയുള്ള 3 ആൺപിള്ളേരെ കിട്ടും. ട്യൂഷൻ. അല്ല ആരൊക്കെയാ? അയ്യ ഇതെന്ത് പറ്റി? ആര് വെള്ളം കുരി വിളിച്ചു? നീ വെള്ളം കുരി വിളിച്ചു? ഒരു തോർത്തെടുത്തുണ്ടോ? ആ ഇരിക്കും. സത്യത്തിൽ നിങ്ങളുടെ അന്നത്തെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഇന്ദുവിന്റെ ഡാൻസിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാ. യൂസ്ലെസ് ഗേൾ. ഏയ് സാരമില്ല. അടങ്ങിയിരിക്കൂ. നീ പരിഭവിക്കാൻ പറ്റും വേണ്ട. ഐ ഓൾവേസ് ലൈക്ക് യങ് ആൻഡ് സ്മാർട്ട് ബോയ്സ്. എനിക്ക് ഇവളൊരു മോളേ ഉള്ളൂ. ഇവളെ എനിക്ക് തന്നിട്ട് ഇവളുടെ അമ്മ പോയി. ആ മോളെ ഇവർക്ക് വേഗം കാപ്പി കൊടുക്ക്. ബിനുവിനൊരു കാപ്പി സ്പെഷ്യൽ, ഹോട്ട് ആൻഡ് സ്ട്രോങ്. ബൈ ദ വൈ, നിങ്ങളെങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചു? അന്വേഷിച്ചു, കണ്ടെത്തി. മുട്ടി വിളിച്ചു, തുറന്നു. വന്ന് കയറി വെള്ളമൊഴിച്ചെന്ന് പറയുന്നത് ശരി. ബിനു അല്പം നനഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയ്യോ ഞാനായിരുന്നെങ്കിൽ പനി പിടിച്ച് ചത്തുപോയനെ. സാറിന്? എനിക്കോ? അയ്യോ എന്റെ ഇന്നത്തെ പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നത് സാറിന്റെ സഹായം അന്വേഷിച്ചാണ്. അല്ല എന്റെ സഹായമോ? തൽമി. എന്റെ ഈ സിനിമാഭിനയം കൊണ്ട് ക്ലാസ് ഒക്കെ മുടങ്ങി. കരാട്ടെ പ്രാക്ടീസ് കാരണം ബിനുവിനും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബൈ ദ വൈ, രതീഷിന്റെ സിനിമാഭിനയൊക്കെ എങ്ങനെ? പടങ്ങളൊക്കെ പുറത്തു വരാനായോ? ആയി. എന്റെ 2 പടം അടുത്ത മാസം റിലീസ് ചെയ്യും സാർ. എക്സ്ക്യൂസ് മീ, മലയാള ഫിലിംസ് ഞാൻ വളരെ കുറച്ചേ കാണാറുള്ളൂ. എന്നാലും ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ആരാ ഇപ്പോഴത്തെ പുതിയ ഹീറോ? ഞങ്ങള് 3 ഹീറോസ്. ഹീറോയിൻ ഒന്നേ ഉള്ളൂ. അതൊരു പുതുമുഖമാണ്. എന്താ തീം? അങ്ങനെ വലിയ തീമൊന്നുമില്ല. ഹീറോസ് 3 പേരും ഫ്രണ്ട്സ് ആണ്. അവർക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആദ്യമൊക്കെ വളരെ ജോളിയായിരുന്നു. പിന്നെ ഒരാൾക്ക് അവളോട് പ്രത്യേക അടുപ്പമായി. അതൊരു സ്നേഹമായിട്ട് വളർന്നു.
അതോടെ ആ ഫ്രണ്ട്ഷിപ്പ് താർന്നു. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദെൻ ബാക്കി കഥ എനിക്കറിയില്ല സാർ. ഇത്ര ഇതുവരെ ഷൂട്ട് ചെയ്തുള്ളൂ. കൊള്ളാമല്ലോ സിനിമ. സാറ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങക്ക് ട്യൂഷൻ എടുക്കണം. സാറിന് ബുദ്ധിമുട്ടൊന്നും? ബുദ്ധിമുട്ടോ? എനിക്കോ? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശരി, പോട്ടെ സാർ. ആ. രതീഷ്, ഒന്ന് നിൽക്കൂ. എന്താ? വിനു എവിടെ? ഓഹോ, അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? എന്താന്ന്? അല്ല, തുടങ്ങിയല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ വിനുവിനെ അന്വേഷിച്ചത് ഇന്നലെ അറിയാതെ വെള്ളം ഒഴിച്ചതിന് സോറി പറയാനാ. അങ്ങനെയൊക്കെയാ തുടക്കം. ഞാനത് അവനോട് പറഞ്ഞോളാം. ഞാൻ പോയിട്ട് രതീഷ്. ഭഗവാനെ, ഈ പെണ്ണൊഴിച്ച വെള്ളം എന്റെ മുഖത്തെങ്ങാനും വീണ്ടുന്നെങ്കിൽ. ആ, എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? വല്ല ചരക്കുകളും കയറി കൈവച്ചോ? അളിയ സംഗതി പറ. ചേടാ, 1 മണിക്കൂർ മുമ്പ് വരെ നോർമൽ ആയിരുന്നല്ലോ. നിനക്ക് എന്ത് പറ്റി? നട്ട് വല്ലതും ലൂസായിട്ടുണ്ടോ? നിനക്കെല്ലാം തമാശയാ. ഐ എം സോറി രതീഷ്. നാളെ എനിക്ക് മദ്രാസിൽ എത്തണം. എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നടനാകണമെന്നുള്ള എന്റെ ആഗ്രഹം മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വരും. നിനക്ക് പോണം, അത്രയല്ലേ വേണ്ടു. വഴി ഉണ്ടാക്കാം. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള കുറച്ച് കാശ് കയ്യിലുണ്ട്. അത് വേണ്ട, പരീക്ഷ ഫീസ് മറിക്കണ്ട. പരീക്ഷ പിന്നെയും വരും, അത് സാരമില്ല. ആ, വേഗം ചെല്ലേ. ചെല്ലളിയ. ഞാൻ പോട്ടെ. ആ, കോങ്കണിപ്പെണ്ണന്റെ സുർമ വാങ്ങിച്ചു. കോങ്കണിക്ക് സുർമ. അശോക്, അശോക്, ഇപ്പൊ വാർത്ത വരും. അതിന്റെ മുമ്പ് നീ എന്ത് തന്നെ വൈകിട്ട് സ്മോൾ കൊടുക്കാം. ഇത് തീർന്നു, നീ പോയി വാങ്ങിച്ചോണ്ട് പോവാ. വാർഡനെ നമുക്ക് കൊടുക്കാം. എനിക്ക് പക്ഷേ എനിക്കാൻ എടാ, എത്ര അടിച്ചാലും ഞാൻ നടന്നേ പോവും. ഞാൻ ഔട്ടാവത്തില്ലടാ. ഐ ആം എ സ്ട്രോങ് മാൻ. ആ, സമ്മതിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഔട്ടാവത്തില്ല. ഇതുപോലെ നടന്ന് പോകും. നീ ഫിറ്റാണോ? നിന്നെ ഞാൻ എടുത്തോണ്ട് എന്നെ പിടിച്ചുകൊണ്ട് നടന്നോ. നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. നേരെ അങ്ങോട്ട്. അവിടെ കിടന്ന് കിടക്ക്. എനിക്ക് ആരുമില്ല. അച്ഛനുമില്ല, അമ്മയില്ല. അവർക്ക് എന്നെ വേണ്ട, എനിക്ക് അവരെ വേണ്ട. നീ എന്നെ വിട്ടിട്ട് പോവടാ. നിനക്ക് ഞാനുണ്ട്. ഇന്നു മുതൽ നീ ഇവിടെ താമസിച്ചു. എന്നാ നമുക്ക് സ്മോൾ മേടിക്കാം. പ്ലീസ്, പ്ലീസ്, നിനക്ക് യാതൊരു സ്നേഹം. നീ കിടന്നോ. നീ എന്നെ വിട്ടിട്ട് പോയത്. നീ ഇവിടെ ഇരി. ഇരി അവിടെ ഇരി. ഇരി.
എണീറ്റോ? ഞാൻ പോയി മുഖം കഴിയിട്ട് വരാം. അശോകൻ എവിടെ പോയിരിക്കുക? അവൻ എന്തോ ഗുരുത്തെ കിടപ്പിക്കാൻ പോയത്. അറിയാ, നമുക്ക് നാളെ മറ്റവനെ ഒന്ന് കറക്കണം കേട്ടാ. പോട്ടെ. ഓക്കെ ഓക്കെ. ഐഡിയ. എടാ, അപ്പുറത്തെ മുഴുവൻ ഒരു കപ്പളി വന്നിട്ടുണ്ട്. ആള് സുന്ദരനാ, പക്ഷെ ഒരു ശാക്കെല്ലാം കൂടെ വെളുക്കാനുണ്ട്. ശകല ആനി ഫ്രഞ്ച് ഇട്ട് അവന്റെ രോമമെല്ലാം ഒന്ന് വടിച്ച് അവനെ ഒന്ന് പെണ്ണാക്കിയാലോ? ഉഗ്രൻ ഐഡിയ. നിനക്ക് വട്ട. അവരെന്നെ കണ്ടവാനും ഉപദ്രവിച്ചാ. ഞാൻ അവരോട് ചോദിക്കട്ടെ, റാസ്കൽ നോക്കിയിരിക്കേ. നീ വലിയ യോഗനല്ലേ? കണ്ടിട്ടാതെ എന്താണിത്? എന്താ ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കയ്യിലൊക്കെ ചീട്ട് വെച്ച് തന്നാൽ തന്നെ യാതൊരു ഗുണമില്ല. വാല് പഠിക്കാതെ ഇറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അണ്ടർവെയർ ഇട്ടോണ്ട് കളിക്കരുത്. ഇതെന്താ തന്തയാണോ? നിനക്ക് തോന്നിയ ദിവസം കാണിക്കാൻ? ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ പറ്റില്ല. രാവിലെ സ്ഥലം വിട്ടോണം. ഫാദർ, ഈ പ്രാവശ്യം കൂടി ഇത് അവസാനമാണ്. കുറെ നാളായി ഇത് കാണുന്നു. മര്യാദകളുടെ ഒരു പരിധിയുണ്ട്. റാസ്കൽ, ചെന്നിന്റെ ഗാഡിയെ വിളിച്ചുണ്ടോ? ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ഏതായാലും ഇത്തവണ പോക്ക. സംഗതി അത്രത്തോളായോ? നിങ്ങൾ ഇയാളുടെ ഗാർഡിയനാണ് അല്ലേ? അതെ അതെ, ഞാൻ തന്നെയാണ് ഗാർഡൻ. ക്ഷമിക്കണം, പേര് മനസ്സിലായില്ല. മീനാക്ഷി സുന്ദരം. മീനാക്ഷി എന്ന് വിളിച്ചോളൂ. മീനാക്ഷി? മീനാക്ഷിയെ ഇഷ്ടമില്ലെങ്കിൽ സുന്ദരം എന്ന് വിളിച്ചോളൂ. എന്താ പുറത്തു നിൽക്കുന്നത്? വാർഡനെ വിളിച്ചോണ്ട് ഗാർഡനെ വിളിച്ചോണ്ട് വന്നാൽ അകത്ത് കയറ്റാമെന്നല്ലേ ഇയാൾ പറഞ്ഞത്? പിന്നെ എന്തിനാ പുറത്തു നിൽക്കുന്നത്? അകത്ത് പോയെന്ന് പഠിച്ചോളൂ. അത് പറയേണ്ടത് നിങ്ങളല്ല. ഇവർ ചെയ്ത് തെറ്റെന്നാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് സാറേ ഈ ലോകത്ത്? ഈ പറയുന്ന സാർ തെറ്റ് ചെയ്തിട്ടില്ലേ? സ്റ്റോപ്പിറ്റ്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആനി ഫ്രഞ്ച് കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ രോമം മുഴുക്ക കളഞ്ഞു. സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനം തേക്കാൻ ഈ കോളേജിൽ പെൺപിള്ളാരെ ആരെയും കിട്ടിയില്ലയോ? കിട്ടിക്കാണുകയില്ല. ഏതെങ്കിലും പെൺപിള്ളാരുടെ ദേഹത്ത് തേച്ചിരുന്നെങ്കിൽ ഈ പരാതി വല്ലതും ഉണ്ടാവുമായിരുന്നു. അതുമല്ല, ചോദിക്കാൻ വിളിച്ചെന്റെ ദേഹത്ത് മുറുക്കി തുപ്പി. ഇതൊക്കെ ഒരു തെറ്റാണോ സാറേ? മുറുക്കാത്തവരും തുപ്പാത്തവരും ആരുണ്ട് ഈ ലോകത്ത്? ഈ പറയുന്ന സാർ തുപ്പിയിട്ടില്ലേ? തുപ്പിയതോ തുപ്പി. ദേഹത്ത് തന്നെ വേണമായിരുന്നോ? സ്വല്പം താഴോട്ട് പോരായിരുന്നോ? താങ്ക് യു. അദ്ദേഹം പറഞ്ഞേ അത് തുപ്പിക്കുള്ളൂ. വഴിയിൽ കണ്ട അലവലാരം വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്കിത് പുറത്തു പോയി കാപ്പി കുടിച്ചോണ്ട് പോവാം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. പ്ലീസ്. എന്ത് ശല്യായി നോക്കണം. ഓരോ വല്ലാപ്പ്. അളിയ വശക്കേടാക്കല്ലേ. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് സ്ഥലം വിടുക. എവിടേക്കാ? ഇവിടെ ടൗണിൽ എനിക്കൊരു വീടുണ്ട്, അത് പൂട്ടിയിട്ടിരിക്കുക. ഞങ്ങൾ അവിടെ കൂടിക്കൊള്ളാം. അങ്ങനെ പോയിട്ട് കൊടുക്കണം. ഇവിടെ തോൽവിയും ചെയ്യുമൊന്നുമില്ല, ഞങ്ങൾക്കതാ സൗകര്യം. പ്രിയപ്പെട്ട താവളമേ, നിന്നോടിപ്പോൾ ഞങ്ങൾ യാത്ര പറയുന്നു. വാ പോവാം. എവനെ പോക്ക. അശോകേട്ടാ, ഒരു ഷർട്ട് എനിക്ക് വേണം. പുറത്തിടാൻ കൊള്ളാവുന്ന ഒന്നുമില്ല, എല്ലാം കീറി. ചേട്ടൻ കീറി വിറ്റിട്ട് എനിക്ക് നല്ല ഷർട്ട് തരുന്നു.
നീ ഒരു ഫൂളാണല്ലോടാ. ആ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോളാം. എന്തായാലും വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, നമുക്കിനി ഇവിടെ കഴിയാം. ഓക്കെ അശോക്, പക്ഷെ ഇത്ര വലിയ വീടുണ്ടായിട്ട് നീ പിന്നെ എന്തിനാ ഹോസ്റ്റലിൽ കൂടിയത്? എനിക്ക് തനിച്ച് താമസിക്കാനാവില്ല അളിയ. ഐ വോണ്ട് കമ്പനി. ആ, നീ നമ്മുടെ മീനുവിനെ കണ്ടില്ലല്ലോ. ഏയ് മീനു, നമ്മുടെ പുള്ളിക്കാരനെ ഒരു സെമി ക്രാക്കാ. അടുത്ത വർഷം IAS എഴുതണമെന്ന് നിർബന്ധം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഭയങ്കര ബഹളമാണ്. ഞാനാ ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നത്. കഷ്ടം. ചുമ്മാ അയാളെ ഇട്ട് തത്ത കളിപ്പിക്കുന്നതിനാണ്. അതെ, മനുഷ്യന് വിവരമില്ലാതാകുന്നതിന് കൊണ്ടൊരു ലിമിറ്റ്. ഞാൻ പഠിപ്പിച്ച ഇംഗ്ലീഷ് എല്ലാം സ്വാമി പറയും. നീ അതിനെ വെറുതെ കുളമാക്കരുത് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ നൈറ്റ് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ നൈറ്റോ? ഈ ബഗറിന് ഇംഗ്ലീഷ് നല്ല സൈഡില്ലല്ലേ സാർ? ഉച്ചയ്ക്ക് എന്താ സ്വാമി ഫുഡ്? ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക്, അതായത് ഈവനിങ്. കറക്റ്റ്. റൈസ്, പെപ്പർ വാട്ടർ ആൻഡ് പൊരിയൽ. വാട്ട് ഈസ് യുവർ അഭിപ്രായം? പേപ്പർ വാട്ടറോ? ഇതുകൂടെ അറിയൂടെ? പേപ്പർ മീൽസ് കുരുമുളക്, വാട്ടർ മീൽസ് വെള്ളം, കുരുമുളക് രസം. ഇപ്പൊ മനസ്സിലായോ പട്ടവി പൊട്ടനില്ലാന്ന്? ആ, സ്വാമി 2 ചായ കൊണ്ടുവാ. വളരെ കൂളായിട്ട് ഇപ്പൊ കൊണ്ടുവരാം സാർ. സ്വാമി, എടാ നീ ഒന്ന് വെറുതെ ഇരി. സ്വാമി പോണം. ആ ആ, നീ സിറ്റ് ഔട്ടിന്റെ അടുത്ത മുറി എടുത്തു. ഡോണ്ട് ടച്ച്, ഐ ടച്ച്. കം ഔട്ട് സാർ. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? പോയി കഴിഞ്ഞാൽ പിന്നെ കത്ത് വയ്ക്കത്തില്ല. ആ ലെവലാത്. മദ്രാസിലെവിടെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നത് കേട്ടു. അവനോ? എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനത് പറയാൻ എന്തിരിക്കുന്നു? അവന്റെ കണക്ക് 16,009. അത്ര തന്നെ. നാസറോടെ പോടോ, പുറത്തോടെ പോയിരിക്കാം. അയ്യോടാ മേനോ സാറ്. അയ്യോ, കണ്ണാടി ഉള്ള കാര്യം അങ്ങ് മറന്നുപോയി. എന്താണ് ചിരിക്കുന്നേ? കണ്ണാടി ഉള്ള കാര്യം അതങ്ങ് മറന്നുപോയി. നിങ്ങളെ ഇതിനായിട്ട് വീട്ടിലോട്ടൊന്നും കാണാറില്ലല്ലോ. ആ, എന്ത് പറ്റി? അല്ല, അത് ട്യൂഷൻ വേണമെന്ന് വെച്ചോ? അത് വേണ്ടെന്ന് വെച്ചോ അല്ല. പിന്നെ രതീഷിന് തിരക്കായപ്പോൾ എനിക്ക് വേണ്ടി അറിയാൻ പറ്റും. വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ട്യൂഷന് വരാത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് എന്നോടെല്ലാം പറഞ്ഞു. ശേഖരന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വീട്ടിൽ വരാതിരിക്കണ്ട. ഞാൻ അവനെ താക്കീത് ചെയ്യാം. ഓക്കെ? അയ്യോ, 1 മിനിറ്റ് നേരത്തേക്ക് എന്റെ ഹാർട്ട് ബീറ്റ് നിന്നുപോയി. പോടാ, ഇന്ദു എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു കഥ. നിന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വന്നേനെ. മേനോ സാറേ, പഴയ ബ്ലാക്ക് ബെൽറ്റാ. പോടാ. കോളേജിലേ പോകുന്നില്ല. നിന്നെ കെട്ടിയിട്ട് ട്യൂഷൻ പോക്കാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. വല്ലപ്പോഴെങ്കിലും അങ്ങോട്ടൊന്ന് പോകണ്ടേ? ആ, ഇനി എന്തിനാ ട്യൂഷൻ? ആ പെണ്ണിനെ അവൻ വളച്ചെടുത്തോണ്ട് പോയില്ലേ? ഇനി ആ കെമിസ്ട്രി പ്രൊഫസറുടെ മോളുണ്ട്. അതിനെ നോക്കിയാലോ? അതെന്തായാലും ഒക്കത്തില്ല അളിയ. സബ്ജക്ട് മാറിപ്പോയല്ലോ. നീ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞു നടക്കാതെ ഒരു ഡിഗ്രി എടുക്കാൻ നോക്ക്. ഇതാ മോഹൻലാലും മമ്മൂട്ടിയും വരുന്നതിന് ഇടയ്ക്ക് നീ എന്തോ ചെയ്യാനാ ഇവിടെ? നോക്കിയോ, മലയാള സിനിമയുടെ മുഖച്ഛായ ഞാൻ 1 വർഷത്തിനുള്ളിൽ മാറ്റും. ആ, ഇല്ലോ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കേറ്. ഇല്ല, നിന്നോട് കാർ കയറാനാ പറഞ്ഞത്. വാടി. എന്റെ കൈന്ന് പിടിച്ച്. എന്താ ഇത്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പരിസരത്തുള്ള ആളാ. ഇവിടെ നടക്കുന്ന വിശേഷം ഞങ്ങളൊന്ന് അറിയട്ടെ. അത് ഞാൻ നോക്കിക്കോളാം. നീ കാർ കയറി. വിടറാ. ഓ, ഈ കൊച്ചിനെ മേനോ സാറിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ കേറി ഇങ്ങോട്ട്.
ഞാൻ കണ്ടുപോടാം. കുളിർ പാരിജാതം പൂത്തു മലർ മന്ദഹാസം തോറും മധുരാധരോഷം മൂടും മൃദുചുംബനങ്ങളായി. കുളിർ പാരിജാതം പൂത്തു മലർ മന്ദഹാസം തോറും മധുരാധരോഷം മൂടും മൃദുചുംബനങ്ങളായി. കുളിർ പാരിജാതം പൂത്തു. കിളികുലമിളകി വരും മൊഴികളിൽ മദജലമൊഴുകി വരും മിഴികളിൽ വസന്ത സന്ധ്യകളാം കവിളുകൾ മനോമയം മൃഗാംഗതിലകം. വസന്ത സന്ധ്യകളാം കവിളുകൾ മനോമയം മൃഗാംഗതിലകം. പുരികങ്ങളിൽ മഴവിൽ കൊടി അലസം ഗമനം നടനം രസഭരിതം രതിമദനം അതിമധുരം സുഖമയം. കുളിർ പാരിജാതം പൂത്തു മലർ മന്ദഹാസം തോറും മധുരാധരോഷം മൂടും മൃദുചുംബനങ്ങളായി. കുളിർ പാരിജാതം പൂത്തു. അളകങ്ങളാൽ അഭിരാമമാ അളിവേണിയിൽ സുമശേഖരം. അളകങ്ങളാൽ അഭിരാമമാ അളിവേണിയിൽ സുമശേഖരം. ഭാവം പോലും പ്രണയ കലഹങ്ങളാൽ ഹൃദയരഞ്ജിതമനുപമ മധുരം. ഹിമസുമ സമവദനം ശിശിരാർദ്ര ശതമാർന്ന പുളകാഞ്ചിതം. കുളിർ പാരിജാതം പൂത്തു മലർ മന്ദഹാസം തോറും മധുരാധരോഷം മൂടും മൃദുചുംബനങ്ങളായി. കുളിർ പാരിജാതം പൂത്തു. അപ്പൊ നീ വരില്ല അല്ലേ? എത്ര തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇല്ല 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 ഞാൻ സിനിമയ്ക്ക് വരില്ല. അപ്പോ അമ്മാവൻ പറഞ്ഞാലോ? എന്നാ അച്ഛനെ കൂട്ടി സിനിമയ്ക്ക് പോയിക്കോ, ഞാൻ വരില്ല. നീ കുറച്ച് കൂടിപ്പോകുന്നു. എന്താ? എന്റെ തനിനിറ നീ കണ്ടിട്ടില്ല, അതാ നിന്റെ ഈ അഹങ്കാരം. ഒരിക്കൽ ഞാൻ കണ്ടതല്ലേ. മിണ്ടാതിരിയടി അവിടെ. അങ്ങനെ കടുപ്പിച്ച് കൽപ്പിക്കല്ലേ, വിഷമിച്ചു പോവും. എന്താ കുഞ്ഞെ ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ? നിങ്ങൾക്കിവിടെ എന്താ കാര്യം? ദൈവത്തെ ഓർത്ത് കുഞ്ഞൊന്ന് പുറത്തു പോകണം.
ഇപ്പോ ഞാൻ പോകാം. പക്ഷെ അടുത്ത തവണ നിന്നെയും കൊണ്ടായിരിക്കും ഞാൻ ഗൾഫിൽ പോകുന്നത്. ബാക്കി അവിടെ ചെന്നിട്ട്. എന്റെ കുഞ്ഞു കരയാതെ. എല്ലാം ശരിയാകും കുഞ്ഞെ. ആ എന്ത് ഭംഗിയുള്ള സ്ഥലല്ലേ വിനു. കുറച്ചുകൂടെ താഴോട്ട് പോയാൽ ഇതിലും ഭംഗിയുള്ള സ്ഥലം കാണാം. എന്നാൽ അങ്ങോട്ട് പോവാം വിനു. അങ്ങോട്ട് പോകാം. പക്ഷേ സൂയിസൈഡ് പോയിന്റ് എന്നാ ആ സ്ഥലത്തിന്റെ പേര്. സ്നേഹിച്ച പെൺകുട്ടി വഞ്ചിച്ച പല ചെറുപ്പക്കാരും അവിടെ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട വിനു. അപ്പൊ ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ? വേണ്ട വിനു. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ എന്റെ മോളെ. അല്ലേലും വിനുവിന് ഇപ്പൊ കളി കുറച്ച് കൂടുതലാ. അതൊക്കെ വിനു പതിയെ. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. മടി കയ്യിൽ നിന്ന് വിടണം. എന്തുവാ സ്വാമി രാവിലെ? സ്വാമിക്ക് തുടങ്ങി അവന്റെ അസുഖം? എന്റെ പൊന്നു സാറേ, ഈ വിനു സാറ് കാണിക്കുന്നതൊന്നും അല്ല കരാട്ടെ. പിന്നെ യഥാർത്ഥ കരാട്ടെ എന്നെ പഠിപ്പിച്ച ആരാണെന്ന് അറിയാമോ? ആരാ? ബ്രൂസ്. ആരാ സ്ത്രീ? ഓ ഭയങ്കരല്ലേ അവള്. എത്ര പേരെ അടിച്ച് ഔട്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? അത് ശരി. പിന്നെ ഈ ബ്രൂസ് കാണിക്കുന്ന കരാട്ടെ ഉണ്ടല്ലോ, അവളെ പഠിപ്പിച്ചത് ആരാണെന്നാ സാറിന്റെ വിചാരം? ആരാ സ്വാമി? എന്റെ കസിൻ ഫാദറാ, അപ്പൂപ്പൻ കരാട്ടെ അനന്തപത്മനാഭ അയ്യർ. ഓ, നമ്മുടെ സൺ ഓഫ് എ ബിച്ച് അല്ലേ? കറക്റ്റ്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, ഇത് ഏതെങ്കിലും എടുത്ത് കുറച്ച് കരാട്ടെ കാണി. എന്തുകൂടെ കാണിച്ചു തരാം. പക്ഷെ സാറ് വരണ്ടു പോലും. സൂക്ഷിക്കണം സ്വാമി. സൂക്ഷിക്കാൻ തോന്നിരിക്കണം. പഴയ പോലെ ഇപ്പൊ കുറച്ച് ദിവസം ചെയ്യാതെ എന്നാ അത് വേണ്ട സ്വാമി, ഇത് വെച്ച് കാണിക്കും. ഇതാ കുറച്ച് എളുപ്പം. അത് വേണം. വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യും? അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്റെ സഹോദരന്റെ മകനാണെങ്കിലും ഞാനല്ലേ അവനെ വളർത്തിയത്. ഒരു നിമിഷം പോലും ശേഖരട്ടൻ എനിക്ക് സ്വൈരം തരില്ല. വീട്ടിൽ വെച്ച് എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചാലോ? ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ.
സ്നേഹക്കൂടുണ്ടായിരിക്കും മോളെ, നീ ക്ഷമിക്കേ. എല്ലാത്തിനും ഒരു അതിരുണ്ട്. അച്ഛനാണെങ്കിൽ ഞാൻ പറയാം. നിനക്കറിയില്ല മോളെ, എനിക്ക് ഒരേ ഒരു പെങ്ങൾ. എന്റെ കാലിൽ നിസാരമായിട്ടൊരു മുള്ളു കുത്തിയാൽ മതി, അവളുടെ കണ്ണിൽ കൂടെ കണ്ണീർ പുഴ ഒഴുകും. ആ, ഞാൻ ഒരു വഴി കണ്ടെത്താം. അതുവരെ നീ നിലവിട്ടൊന്നും പെരുമാറരുത്. അച്ഛന്റെ മോക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവുണ്ടാവണം. ദാറ്റ്സ് ഓൾ റൈറ്റ്. കരച്ചിലും പിടിച്ചൊന്നും വേണ്ട. ഓക്കെ? അശോക്, അശോക് ഒന്ന് നിൽക്കൂ. അശോക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പല ദിവസങ്ങളായി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. വേഗം പറയൂ, അല്പം തിടുക്കമുണ്ട്. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. അശോക്, ഞാൻ പറയാതെ അശോകിന് അറിയില്ലേ? എനിക്ക് രേഖ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം വെറും ഒരു ഇഷ്ടം മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി, നടക്കത്തില്ല. ഞാൻ വർഷങ്ങളായി മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. നമ്മുടെ വിവാഹം. രേഖയ്ക്ക് ഇനിയും സ്വപ്നങ്ങൾ കാണാവുന്നതേ ഉള്ളൂ. ഞാൻ പോട്ടെ. അശോക്, ഇനിയും ഇതിനെപ്പറ്റി ദയവായി എന്നോട് സംസാരിക്കരുത്. ആ, മിണ്ടാപ്പൂച്ച കലമുടച്ചില്ലോടി. പറയൂ, ബാക്കി കൂടി കേൾക്കട്ടെ. എന്തു പറയാനാ? നോ ഇംപ്രൂവ്മെന്റ്. അത് നിനക്ക് ചുണയിലഞ്ഞിട്ടാ. വളഞ്ഞാൽ വീട്ടണം, അതാ മിടുക്ക്. ഓ, എനിക്കാ മിടുക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ വീണോളും അല്ലേ? എന്തായാലും കൊള്ളാം. എനിക്ക് നിന്നോട് അസൂയ തോന്നി. എന്തിന്? നീ ഇത്ര പെട്ടെന്ന് ആശ്ചര്യം നേടി. ഞാനോ? ഞാനിപ്പോഴും അശോനെ കാണാറില്ലേ? എന്നെ കാണുമ്പോഴെന്തോ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഒന്നുമല്ല. നിനക്ക് പറ്റിയ പണിയാണ്ടത്. നീ ഇങ്ങനെ മപ്പനായി പോയ ഒരെണ്ണം വളഞ്ഞേനെ ഇവിടെ ഓരോരുത്തൻ തലയും കുത്തി താമസിക്കുന്നു. പവം മാറ്റൊരെണ്ണം പുറകെ നടന്നിട്ട് നിനക്ക് അതിന്റെ വില അറിയത്തില്ല. ശരി, നീ പറഞ്ഞല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. അവളൊരു പാവാടാ. ആ, നമുക്കൊരു കഞ്ഞിവീഴ്ത്ത് നടത്താം. എന്നിട്ട് ആദ്യം അവളെ വിളിക്കാം. അവളൊരു പാവല്ലേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ നന്നാവത്തില്ല. നിനക്ക് ഈ പെണ്ണ് വേണമെന്നുള്ള വിചാരമല്ലാതെ മറ്റൊന്നും തലയിൽ കയറൂലല്ലോ. ദയവ് ചെയ്ത് ഇനി നീ ഈ കാര്യം എന്നോട് പറയരുത്. ഇപ്പം ഇതും കൂട്ടി 5ാമത്തെ തവണയാണ് നീ ഇത് എന്നോട് പറയുന്നത്. വിവരമില്ലാത്തവരോട് പറഞ്ഞ കാര്യമില്ലല്ലോ. നീ ഗുണം പിടിക്കുന്ന ലക്ഷണമില്ല കേട്ടോ. ഈ വയസ്സുകാലത്ത് അച്ഛന്റെ ഒരു കളി. വടം പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ മോളെ. വീഴ്ച വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ആ, ഇപ്പൊ ഒന്നും പറ്റില്ലെന്നാ നിന്റെ വിചാരം? അവളെ തന്നെ, അവളെ തന്നെ. ആയോ? ഞാൻ തമാശ പറഞ്ഞല്ലേ മോളെ. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ ഓടി നടക്കുന്നതാണോ? വേണ്ട വേണ്ട, ഓടുമൊന്നും വേണ്ട. അവിടെ അനങ്ങാതിരുന്നാ മതി. എനിക്കൊന്നും വരത്തില്ല മോളെ. നിന്നെ ഒരാളുടെ കയ്യില് ഏൽപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ അങ്ങ് ചാനക്കൂ. മോള് പോയി ആഹാരം കഴിക്കും. എനിക്ക് പിന്നെ മതി. അതെന്താ? സമയത്ത് ആഹാരം കഴിച്ചൂടെ? അച്ഛന് ചായത്തൊക്കെ അസുഖമൊന്നുമില്ല. വിട്ടുമാറാ നോക്കിയിരിക്ക. ഡോണ്ട് ബി സില്ലി. മോള് പോയി ആഹാരം കഴിക്ക്. ആ, വല്ല തിരുവായുമായിരിക്കും. പോടാ, പോയിട്ട് ദേശത്തേ വാ. ചൊവ്വാഴ്ച. സാറി എത്തിയോ? എന്തൊക്കെയുണ്ട് സ്വാമി വിശേഷങ്ങൾ? എന്തോ വിശേഷം പറയാ. ദാശോവേ, നീ ഇവിടെ ഇല്ലാഞ്ഞിട്ട് നമ്മുടെ സ്വാമി അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുകയായിരുന്നു. എടാ, ഞാനൊരു ഉഗ്രൻ ചരക്കിനെ കൊത്തി. ആ, എവിടം വരെയായി ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ? ആ, അങ്ങനെ നടക്കുന്നു.
സ്വാമി ഇവന് വല്ലതും കഴിക്കാൻ കൊടുക്ക്. കരളെ മീനു, ഞാൻ ഒരു കുളി പാസ്സാക്കിയിട്ട് കൂടാൻ വരാം. ഡോണ്ട് ടച്ച്, ഐ ടച്ച്. അതെ, നമുക്ക് ഇന്ന് ക്യാബറേക്ക് പോകണം കേട്ടോ. ഏത്
ഞാനിപ്പോ വിനു കം ബാക്ക്. എന്തിന്? എനിക്ക് പേടിയോ? ഓ, പേടിക്കുന്ന എന്തിനാ? നീ വരുമെന്ന്. ഇങ്ങോട്ട് വാ വിനു. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി. അയ്യോ വിനു, വിനു എനിക്ക് പേടിയോ വിനു. അയ്യേ, നീന്തൽ അറിയാനിട്ടാ നീന്തൽ ഇത്ര ഇറ്റ്സ് വെരി ഈസി. ഇതിന് സ്വിമ്മിങ് ഇഷ്ടമാണ് എങ്കിൽ ഞാൻ പഠിക്കും. No. വൈകില്ല അച്ഛാ, ഇനി കിടക്കൂ. മോളെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? അച്ഛാ പഠിക്കുന്നുണ്ട്. നിന്നെ ഒരു നിലയിലാക്കിയിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അച്ഛാ ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് മോളെ. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നിന്റെ വിവാഹം, പിന്നെ നീയായി നിന്റെ പാടായി, എന്റെ ജോലി തീർന്നു. അച്ഛൻ ജോലി തീർക്കാൻ നോക്കുകയാണോ? അച്ഛന്റെ കാര്യം ചോദിച്ചോട്ടെ, ശേഖരനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ധൃതി വേണ്ട. നിന്റെ ദൃഷ്ടിയിൽ അവന് പല കുറവുകളും കാണും. ആലോചിച്ച് തീരുമാനിച്ചാ മതി. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എന്തായാലും എനിക്ക് ശേഖരേട്ടന്റെ ഒപ്പം കഴിയാനാവില്ല. നീ പറയുന്നതിന്റെ അർത്ഥം എന്താ? നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഓഹോ, അതാണ് കാര്യം അല്ലേ? മടിക്കണ്ട, പറയൂ മോളെ, പറയൂ. അച്ഛന് വിഷമം തോന്നരുത്. വിഷമോ? നിന്റെ ഇഷ്ടമാണ് മോളെ എന്റെ ഇഷ്ടം. ആരാള്? വിനു. വിനു? ആ, നിന്റെ പുതിയ പടം എവിടം വരെ? ആയി വരുന്നു. അവരെ കാണുന്നില്ലല്ലോ. ആ, ഇതാ വന്നല്ലോ. എവിടെ വരെ ആയി നിന്റെ കിളിക്കൊഞ്ചല്? ഈ കാണുന്നവരെ. നീ വാ അളിയ. എടാ രതീഷേ, നിന്റെ സിനിമയില് നല്ലൊരു ഹീറോയിനെ വേണം. അടി, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിന്റെ കരാട്ടം എന്നോട് കാണിക്കരുത്. എന്നോട് കാണിക്കും. എടാ, ഇവൻ സിനിമയിലെ ഗ്രൂപ്പില്ല ഫൈറ്റ് ചെയ്യില്ല. അടി അടിയ. കാല് മണിക്ക് ഒറ്റ വെള്ളം അതിന് നിന്റെ കാല് അനങ്ങിട്ട് വേണ്ടടാ. എങ്കിൽ വേണ്ട, ഒരു ഫുൾ ബോട്ടിൽ ശിവാശ്രീകൾ. സമ്മതിച്ചോ? സമ്മതിച്ചു. വാ. ആലോചിച്ചിട്ട് മതി. എന്നാ റെഡി, വാ.
രതീഷ വിനു അയ്യോ, രതീഷ്, വേണ്ട, രതീഷ്, please, സമ്മതിച്ച വിട്. 2 കുപ്പി രതീഷ്, ശിവാസിക വേണ്ട, please. എടാ സമ്മതിച്ചു ഞാൻ പറയുന്ന മാറിയില്ല. വിട്. 2 കുപ്പി 2 കുപ്പിയാണ് 2 കുപ്പി ശിവാസിക 5 കുപ്പി ബിയർ. ആ കൊള്ളാമല്ലോ സ്വാമി പരിപാടി. സ്വാമി ഇന്ന് കയ്യും കാലും ഒക്കെ ഓടിക്കുന്ന രസമുണ്ട്. എന്തിന്? എന്റെ പൊന്നു സാറേ, കുന്നെത്ര കുഴി കണ്ടതാ, കുഴി എത്ര കുന്നു കണ്ടതാ. നീ ഇപ്പൊ നോക്കിക്കോ, സ്വാമി ഈ കല്ല് ഇവിടെ പൊട്ടിക്കണമെന്ന് പൊന്നു സാറേ, 2 ഇഷ്ടികയല്ല, എത്ര ഇഷ്ടി വേണമെങ്കിലും ഞാൻ പൊട്ടിക്കും. ഒരു കാര്യം പറയാം, ഈ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. കമോൺ. ആ പൊട്ടിക്കും. അയ്യോ, ഇത് നമ്മുടെ കുളിമുറി കെട്ടാൻ കൊണ്ടിട്ട് ഇഷ്ടിക. സാരമില്ല സ്വാമി പൊട്ടിച്ചോ, സാരമില്ല. നല്ലൊരു ഇഷ്ടിക. ആ സ്വാമി ഇപ്പൊ ഈ കല്ല് പൊട്ടിക്കണോ? പൊടിയോ? പൊടിയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ കുഴപ്പമില്ലല്ലോ. പൊട്ടി കണ്ണി തെറിക്കും. ആ. എന്തിനാ സ്വാമി വേണ്ടാത്ത പണിയെല്ലാം ചെയ്യാൻ പോയത്? അയ്യോ ഇത് ആ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി ചെയ്തതാ. അയ്യോ. ആ. ഹലോ. ഉണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. ബിനു സാറേ, സംബ്ലഡി വാണ്ട്സ് യു. ഒരു സ്ത്രീ. സ്ത്രീയോ? ഹലോ ദിനു. അതെ, വൈകുന്നേരം. ഷുവർ, നമുക്ക് പിന്നീട് തീരുമാനിക്കാം. മതിയെന്നോ? 4 മണി. നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, നീ ക്യാൻറ്റീനടുത്ത് കാത്തു നിൽക്കണം. ലക്ഷ്മിയമ്മേ, എവിടെ അവൾ? അങ്ങ് വിഷമിക്കണ്ട, കുഞ്ഞുടനെ വരും. നിനക്കറിയില്ല എന്റെ അവസ്ഥ. ഞാനവളെ ലാളിച്ചിട്ടേ ഉള്ളു ലക്ഷ്മിയമ്മേ, ശിക്ഷിച്ചിട്ടില്ല. കുഞ്ഞിൽ നിന്നും ഒരു തെറ്റും വരില്ല. ദാ കുഞ്ഞു വന്നല്ലോ. ഓഹോ, വന്നോ? എവിടെ ആരും ഇത്രയും നേരം? നിനക്കൊരു വാക്ക് പറഞ്ഞിടായിരുന്നു മോളെ. എന്ത് വിചാരിച്ചാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? പാർക്കിൽ പോയിരുന്നു. ഒറ്റയ്ക്കോ? വിനു ഉണ്ടായിരുന്നു. മോളെ, അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് കരുതണ്ട. സ്നേഹിക്കുന്ന തെറ്റല്ല, പക്ഷേ നമ്മളൊരു സമൂഹത്തിലാ ജീവിക്കുന്നത്. നീ പ്രായമായ പെൺകുട്ടി, ആളുകളെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. ഞാൻ നിന്റെ സ്വാതന്ത്ര്യത്തിന് എതിരെ നിന്നിട്ടില്ല. അത് അവിവേകമാകരുത്. നിന്റെ നില നോക്കണം. പൊയ്ക്കോളൂ. ലക്ഷ്മിയമ്മേ, വെള്ളം ചൂടാക്കി ഞാൻ കുളിച്ചേക്കാം. വേണോ? എടാ ഒന്ന് ചുമ്മാ വാടാ. പോടാ. എടാ ഞാൻ അവക്ക് വാക്ക് കൊടുത്തു പോയി. അതിന് ഞാൻ എന്തിനാ വരുന്നേ? ജസ്റ്റ് ഫോർ എ കമ്പനി സേക്ക്. വാടാ. ശല്യമായല്ലോ ഇത്. എനിക്ക് പേടിയാ വിനു. പേടിക്കൊന്നും വേണ്ട, വരുന്നേ.
Get up, please. അശോകിനെ കൂടി വിളിച്ചാലോ? അശോക് കൂടി വരൂ. എനിക്ക് ശൃംഗരിക്കാനൊന്നും അറിയില്ല കൊച്ചേ. ഈ സിഗരറ്റ് തീരുന്നവരെ തലങ്ങൾ മാറ്റരുത്. ഓക്കെ? അശോക് എന്താ ഇപ്പൊ പടങ്ങളൊന്നും വരയ്ക്കാറില്ലേ? എന്താ? ഒരു പടം വരച്ചു തരാമോ? പിന്നെന്താ? ആട്ടെ, ആരുടെ പടമാണ് വരയ്ക്കണ്ടേ? രേഖയുടെ പടം. ആ, ഞാൻ വരച്ചേരാം. ഹായ്. ഹലോ. ആ, എന്താ എന്തോ കഴിക്കാൻ? രേഖ, നീ പറ. നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. എനിക്കും അത് മതി. അതിസെങ്ങനെ? സാറിനിവിടെ കാണാറില്ലല്ലോ. ആ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഒന്ന് കറങ്ങാൻ പോയതാ. ഒരു 4 ചോക്ലേറ്റ് ഐസ്ക്രീം. ശരി സാർ. വണ്ടി പണിത് കൈ മുഴുവൻ ഓയിലായി. ഞാനൊന്ന് പോയി കഴിഞ്ഞിട്ട് വരാം. അശോക്, വിനു വരുമ്പോ വെറുതെ വഴക്കുണ്ടാക്കും. എന്തിനാ ഈ പണിയൊക്കെ കാണിക്കുന്നേ? അവൻ ചൂടാവുന്ന കാണുന്ന ഒരു രസമാണ്. അശോകിന്റെ പണിയാ ഇതെല്ലാം. ഹായ്. നീ ആരുടെ പടമാണ് വരയ്ക്കുന്നത്? നിനക്ക് കണ്ണില്ലേ? അതുകൊണ്ടല്ലേ ചോദിച്ചത്. രേഖയുടെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? ആരുടെ പടം വരയ്ക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതിൽ കയറി കൈയെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എടാ മോനെ, നീ പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് വാ. പോ. ഇതെന്താ ഇവിടെ? കൂട്ടുകാരനെവിടെ? ആ, ഞങ്ങൾ തമ്മിലൊരു സൗന്ദര്യ പിണക്കം. നേരോ? എന്തിന്? ഓ, അതിങ്ങനെ ഇടയ്ക്കുള്ളതാ. ഒരു സ്മോൾ അടിച്ചെത്തി. ഇവളുടെ പടം വരയ്ക്കാന്ന് പറഞ്ഞിട്ട്? ഞാൻ വരയ്ക്കുന്നുണ്ടല്ലോ. കേട്ടോടി. ഇപ്പൊ വരയ്ക്കുന്ന ഇന്ദുവിന്റെ ചിത്രമാണ്. അതെന്താ? ഉടനെ ആവശ്യം വരില്ലേ? എന്നാ വേഗം വേണേ. തീർച്ചയായും. ആ, അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ. ആ. ഇപ്പഴേ ക്ഷണിക്കുന്നു. ശരി. അന്ന് പ്രസന്റ് ചെയ്താ മതി. നോക്കാം. എന്നാ ഞങ്ങൾ പോട്ടെ. മദനി സനിത മദനി സനിത മദനി സനിത
సగమద మగ సగమద మగ సగమద మగద మదని సనిద మదని సనిద మదని సనిద సగమద మగ సగమద మగ సగమద మగద మదని సనిద మదని సనిద మదని సనిద രൂപയുടെ ഡ്രാഫ്റ്റ് നമ്മുടെ ദുബായ്ക്കാരൻ തന്തയുടെ ഗിഫ്റ്റാണ്. ഞാൻ ഇതും കൊണ്ട് ഇന്ന് മുങ്ങിയാൽ ഒരു മാസം കഴിഞ്ഞേ പൊങ്ങുള്ളൂ. അല്ലേ ഡ്രാഫ്റ്റ് പരിപാടി അങ്ങ് നിർത്ത്. എല്ലാ മാസവും ഇതും കൊണ്ട് അവിടെ ചെന്നാലേ ആ സുനി ശാസ്ത്രയെ വല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ബാങ്കുകാരെ പിടിച്ച് അകത്താക്കിക്കും. എന്നേക്കാൾ മുമ്പ് നിന്നെ ആയിരിക്കും പിടിച്ചകത്താക്കുന്നത്. അവൾ ആദ്യം സിനിമ അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ടാ പോയത്. നീ മാസാമാസം കിട്ടുന്ന രൂപം കൊണ്ട് എങ്ങോട്ടാ മുങ്ങുന്നത്? ആദ്യമൊക്കെ ഒരാഴ്ചയായിരുന്നു, ഇപ്പൊ വന്നൊരു മാസമായി. എന്ത് ചെയ്യാനാളിയാ, കാശ് എങ്ങനെയെങ്കിലും ചെലവാക്കണ്ടേ? ആ പാവൻ രേഖ. ആ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാ എഴുന്നേൽക്ക് പോ. എന്താ കൊണ്ടുവരാത്തെ? സമയമായില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കണം? പുഷ്പം കണ്ണെഴുതുമ്പോ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അത് നിനക്കെന്താ? പോടാ തുള്ളാതെ. ഭയപ്പെടുത്തുകയാണോ? നിന്നെയോ? നീ വലിയ കരാട്ടയല്ലേ? അശോക, നീ എന്നോട് വെറുതെ വെറുതെ ഓ നിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരിക്കും. ഞാൻ സ്ഥലം വിട്ടേക്കാം. അതൊക്കെ തീരുമാനിക്കാം. നീ ഇവിടെ കുറച്ചു നേരം തലയും കുത്തി നിൽക്ക്. കുറച്ച് രക്തം തലയിൽ കയറട്ടെ. വേറെ ഒരു കാര്യം, നീ കോളേജിൽ പോകുമ്പോ എന്റെ ഫീസ് കൂടെ അടച്ചേക്ക്. തൽക്കാലം എനിക്ക് അതിന് സൗകര്യപ്പെടും തോന്നുന്നില്ല. എങ്കിൽ വേണ്ട. ഇനി അതിന്റെ ആവശ്യവും വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനാ എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പെണങ്ങി പോയേ? ഇന്ദുവിനും അശോകനും ഈയിടെ കളി കുറച്ച് കൂടുതലാണ്. ഇന്ദുവിനെ ആരെങ്കിലും നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. രേഖയുടെ പടം വരയ്ക്കാൻ പറഞ്ഞതിന് അവനെന്തിനാ ഇന്ദുവിന്റെ പടം വരയ്ക്കുന്നത്? ഇതെന്താ അവന്റെ ഒരു കൊച്ചുകുട്ടികളെ കൂട്ട്? എങ്കിൽ ഇന്ദു എന്ന് അവന് വരയ്ക്കാനുള്ള മോഡലായിട്ട് ഇരുന്ന് കൊടുക്കും. അതിലൂടെ വീണ്ടും വനഗായികേ നിൻ സ്വരരാഗ സംഗീതവും
പോയ മേഘമേ നീലമേഘമേ വേഴാമ്പലി മരുഭൂമിയിൽ വിതുമ്പുന്നു പിന്നെയും പെയ്യാതെ പോയ മേഘമേ. വിനു വിനു ഇന്നെന്താ കിളിക്കൊഞ്ചിൽ ഒറ്റയ്ക്ക്? അവനവിടെ? വിനു 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 ഇപ്പൊ എന്നോട് മിണ്ടാറേ ഇല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു ഫിനിഷിംഗ് പടത്തിന്റെ പാച്ച് വർക്കുണ്ട് മദ്രാസിൽ. ഞാൻ ഇന്ന് തന്നെ പോവും. തിരിച്ചു വന്നാലുടൻ നിങ്ങളുടെ പിണക്കം ഞാൻ പാച്ചപ്പ് ചെയ്ത് തരാം. പോരെ? പോട്ടെ. എനിക്കിതിനെ ഇഷ്ടമല്ലെന്ന് പലതവണ ഞാൻ പറഞ്ഞതാണ്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് അശോകനെ മറക്കാൻ കഴിയില്ല. പെട്ടെന്ന് മറക്കണമെന്നില്ല, പക്ഷെ മറക്കണം. മറന്നു തീരൂ. എന്നെ കൊണ്ട് കഴിയില്ല. ശ്ശോ, ഇതൊരു ശല്യമായല്ലോ. എന്നെയും തനിച്ചു വിടാമോ? നീ എന്നെ വല വീശുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ മാസം തോറും ബാങ്കിൽ ചെന്ന് ഡ്രാഫ്റ്റ് മാറുന്ന നീ കണ്ടു. അശോക്, നല്ല പുളുങ്കപ്പിൽ തന്നെയാണ് നീ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ കൊമ്പിന്ന് കൈ വിട്ടേക്കുമോളെ. കണ്ണീര് കണ്ടാൽ ഞാൻ വീഴുമായിരുന്നു പണ്ട്. ഇപ്പൊ കണ്ണീരുണ്ടാക്കാൻ കുറച്ച് ഗ്ലിസറിനോ ഉള്ളിയോ മതി. കാണാൻ കൊള്ളാവുന്ന വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു ഞാൻ. നിനക്കതിനെ വീട്ടിൽ പോയി കണ്ണാടി എടുത്ത് നോക്കിയിട്ട് പ്രേമിക്കാൻ നടക്കുവച്ചേ. മോന്റെ കണ്ടാ മതി ഒരു പ്രേമം. അറിയാതെ ക്ലാസ്സിൽ വെച്ചൊരു പടം വരച്ചതിന് ഇത്രയും വലിയ ശിക്ഷയോ? രേഖ എപ്പോ നോക്കിയാലും ഒരു രേഖ. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ, അവള് നിന്നെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നുണ്ട്. വെറുതെ സ്നേഹിച്ചോടാ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്ക് അവളോട് ആട്ടെ, നിനക്ക് ഇതിനെന്താ ഇത്ര താല്പര്യം? എടാ, അവളൊരു പാവാ. രേഖ മാത്രമല്ല, ഗീതയും സാവിത്രിയും റോസലിനും ഒക്കെ പാവമാണ്. അതുകൊണ്ട് ചേടാ, കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച് പുറകെ നടക്കുന്നു പ്രേമിക്കണേന്ന് പറഞ്ഞ്. നിന്നെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നെ വേണം തല്ലാൻ. ശരിയാ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട എല്ലാം ഇട്ടറിഞ്ഞ് അവളുടെ പുറകെ പോകുന്ന നിന്നെയൊക്കെ വേണം തല്ലാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ സത്യം പറയണം. ആ നിനക്ക് എന്തോ ഒന്നിന്റെ കുറവുണ്ട്. നാളൊരു ദിവസം കാശിന് ആവശ്യം വന്നപ്പോ തൂക്കി വിറ്റു. നീ ഇവിടെ ഇരിക്കണോ? നീ ഇവിടെ ചടഞ്ഞിരുന്നോ? ഇന്ദുവിനെ ആളെടുത്ത് പൊക്കുക. മിക്സ് ഡബിൾസും ഇന്ദു ജയിച്ചു. നീ എന്താണ് ഇഞ്ചി ഇന്ന കുഴങ്ങിന്റെ കൂട്ടിരിക്കുന്നത്? എന്നാലേ മോൻ ഇവിടെ ഇരുന്നോ. ഞാൻ നല്ല മൂടില്ല. ഞാൻ പെണ്ണിന്റെ പടവും തീർക്കട്ടെ. ഹലോ, ആ ഇന്ദു അല്ലേ? ഓ, നീനെ വിളിക്കണം പറഞ്ഞു അല്ലേ? ഞാനെ വിളിക്കാം. എടാ വിനു, ഇന്ദു ദാ ഫോൺ. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി, എന്നെ അങ്ങ് വിട്ടേര്. ഹലോ, ആ അവനല്പം തളം വെക്കേണ്ട ചെറിയ അസുഖമുണ്ട്. ഫോൺ വേണ്ടെന്ന് വെച്ചേക്കട്ടെ, പിന്നെ വിളിച്ചോളൂ. ഹലോ ഹലോ ഹലോ.
ഹലോ, ഇന്ദു അല്ലേ? ആ, അശോക്. കേട്ടില്ല. ഉറക്കെ. സ്വിമ്മിംഗ് പൂളിലോ? നാളെ വേണ്ട, വേറൊരു ദിവസമാകാം. പിന്നെ ഒരു രഹസ്യം എനിക്ക് പറയാനുണ്ട്. ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. അതാ പറഞ്ഞത്, ഒറ്റയ്ക്ക് പറയാനുള്ളതാണ്. നിൽക്കട്ടെ.
തൊട്ടാൽ നീ എന്ത് ചെയ്യൂടാ? തൊട്ട് നോക്കടാ, അപ്പൊ കാണാം. അശോക് എവിടെ പോയി? രാവിലെ പോയല്ലോ. എങ്ങോട്ട്? അതുപോലെ പെയ്യാതെ പോയ മേഘമേ പെയ്യാതെ പോയ മേഘമേ നീലമേഘമേ വേഴാമ്പലി മരുഭൂമിയിൽ വിതുമ്പുന്നു പിന്നെയും പെയ്യാതെ പോയ മേഘമേ. വിട നൽകി നീ വിനോദമായി ഒരു വീണ പൂവിനെ വിട നൽകി നീ വിനോദമായി ഒരു വീണ പൂവിനെ ഇതൾ വീശിയാടാൻ ഇടയേകിടാതൻ മനമെന്ന മാമ്പൂവിനെ പെയ്യാതെ പോയ മേഘമേ. ആ പോകുന്ന എനിക്ക് ഈ നിമിഷം അറിയണം. ഇന്ദുവിനെ എന്റെ കൂടെ അയക്കുന്നോ ഇല്ലയോ? അവക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നെ തോൽപ്പിക്കാമെന്ന് അച്ഛനും മോളും കരുതണ്ട. അതിനെന്താ, ഞങ്ങൾ തോറ്റാന്നില്ല. പക്ഷെ ഈ നിമിഷം വീട്ടിൽ നടക്കണം. ഇറങ്ങാം. പക്ഷേ
എന്നോടൊപ്പം ഇന്ദുവും ഉണ്ടാവും. ശേഖര, ഞാൻ നിന്റെ സ്വന്തം അമ്മാവനല്ലേ? എനിക്ക് ഇന്നോട് വല്ല വിരോധമുണ്ടോ? പക്ഷെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എല്ലാ വിവാഹവും അങ്ങനെ ആയിരിക്കും. പക്ഷേ എന്റെ വിവാഹം അങ്ങനെ ആവില്ല. വെറുതെ നാക്കിട്ട് അടിക്കാറാ. അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ലേ പറഞ്ഞേക്കാം. പാടി ഇവിടെ ശേഖര, ചുമ്മാ തിരികളവാ. അച്ഛാ, മോളെ, അച്ഛാ. മോളെ. ഹിന്ദുവിനെ ശേഖരന് കൂട്ടിൽ പിടിച്ചോണ്ട് പോയി. ഇത് കഴിഞ്ഞു വിടും. വിരൻ, ഇത് വിരൻ. വിരൻ. അശോകിന് അശോകന് അശോക്, നീ ഇവിടെ? നിനക്ക് എന്ത് പറ്റി? അളിയ, എന്റെ കിഡ്നി പോയടാ. നീ എന്താ പറഞ്ഞ? കിഡ്നി പണി മുടക്കി. 2-3 വർഷമായി മാസം തോറും ഞാൻ ഇവിടെ വന്ന് ഡയാലിസിസ് നടത്തുക. ഇനിയിപ്പോ അതും തീർന്നു. മെഡിക്കൽ ഒപ്പീനിയൻ അനുസരിച്ച് ഏത് നിമിഷവും ഞാൻ മരിക്കാം. നീ നാട്ടിൽ പോയി വിനുവിനെ ഇന്ദുവിനെ ഇവിടം വരെ കൊണ്ടുവരണം. ഞാനിനി ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല. അവസാന യാത്രയ്ക്ക് മുമ്പ് നിങ്ങളെല്ലാം ഒന്നിച്ചൊന്ന് കാണണം. അല്ല, നീ ഇവിടെ? എനിക്ക് ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. എക്സ്റേ എടുക്കാൻ വന്നതാ. ഞാൻ പോട്ടെ അളിയാ. ഐ ആം സോറി മിസ്റ്റർ രതീഷ്. എനിക്കിനി ഇതിലൊന്നും ചെയ്യാനില്ല. എനിക്കെന്നല്ല,
ഇനി ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ ഏത് നിമിഷവും... ഡോക്ടർ, അതെ മിസ്റ്റർ രതീഷ്, ഞാൻ എന്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തരാൻ ഡോക്ടർ. വൈകിപ്പോയി. അപ്പോ എന്റെ അശോക് എന്ത് വില കൊടുത്താലും വേണ്ടില്ല ഡോക്ടർ. പറയൂ, ഐ എം റെഡി ടു ഡു എനിത്തിങ് ഫോർ ഹിം. എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുന്നു. ഇനി ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഡ്രാഫ്റ്റ് മാറി കിട്ടുന്ന കാശുമായി അവ അലിഞ്ഞു തിരിയുമായിരുന്നു. പണം കൊടുത്താൽ ഏത് സുഖം വേണമെങ്കിലും വാങ്ങാൻ കിട്ടുമെന്ന് അവൻ പറയുമായിരുന്നു ഡോക്ടർ. രോഗത്തെക്കുറിച്ച് അയാൾ നിങ്ങളോട് സൂചിപ്പിച്ചിട്ട് പോലുമല്ലേ ഇതുവരെ? ഇല്ല, അവൻ വരാറുണ്ടായിരുന്നു ഇങ്ങോട്ടാണെന്നുള്ള നേരിയ സംശയം പോലും ഞങ്ങൾക്ക് തോന്നിയില്ല ഡോക്ടർ. മറ്റുള്ളവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമായിരുന്നു, അവരോട് സഹകരിക്കുമായിരുന്നു. പക്ഷേ എല്ലാം മറക്കൂ രതീഷ്. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. അയാളുടെ അവസാന നിമിഷങ്ങൾ ആഹ്ലാദപ്രദമാവട്ടെ. അവസാനത്തെ ആഗ്രഹങ്ങൾ അതെന്തു തന്നെയായാലും നിങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കൂ. ഡോക്ടർ, ചിരിച്ച് മനസമാധാനത്തോടെ അയാൾ... ഡോക്ടർ, ലെറ്റ് us pray for him. ഇതാ, ഇറങ്ങി തരൂ. കമോൺ. അതിനെടുക്കൂ. തുറക്ക്. എടാ വിനു, നിനക്ക് കൂട്ടുകാരനെ ഇനിയും മനസ്സിലായില്ലടാ. എന്നോട് ക്ഷമിക്കൂ അശോക്. ഐ ആം സോറി. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്നാകുന്നത് എനിക്ക് കാണണോടാ. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് മേനോൻ സാറിനെയും ഇന്ദുവിനെയും. ഇന്ദുവിനെ എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? ഇന്ദുവിന്റെ ചിത്രം കല്യാണത്തിന് തരണമെന്നാണ് കരുതിയത്. പക്ഷേ നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ കാണില്ലടാ. പക്ഷേ ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ടോട്ടെ. ഇന്ദു ഒരു പാവം പെണ്ണടാ. അവളോട് നീ ഒരിക്കലും പിണങ്ങരുത്. എനിക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു, നിറമുള്ള സ്വപ്നങ്ങൾ. ഒരു കൊച്ചു കുടുംബം, എന്റെ മാറിൽ തലചായ്ച്ച് എന്റെ കാതിൽ കിന്നാരം പറയുന്ന ഭാര്യ. പിന്നെ സ്വപ്നങ്ങളെല്ലാം എന്റെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിന്നതേ ഉള്ളൂ. സ്വപ്നം കാണാനുള്ള അവകാശം മാത്രമേ ദൈവം എനിക്ക് തന്നുള്ളൂ. ഓരോ നിമിഷവും ഒരു ശത്രുവിനെ പോലെ കടന്നു വന്നു. മരണം എപ്പോഴും എന്റെ തൊട്ടുപുറകിലുണ്ടായിരുന്നു. നിങ്ങളോടൊത്തിരുന്ന് പൊട്ടിച്ചിരിക്കുമ്പോഴെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു. മരിക്കാനുള്ള പേടി കൊണ്ടല്ല, നിങ്ങളെയൊക്കെ
വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന ദുഃഖമായിരുന്നു മനസ്സ് നിറയെ. രേഖ എന്നെ സ്നേഹിക്കാതിരിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അന്ന് കണ്ണാടി എടുത്ത് നോക്കാൻ വെറുതെ പറഞ്ഞതായിരുന്നു. സത്യത്തിൽ അവൾ എത്ര സുന്ദരിയാണ്. അവളെ വേദനിപ്പിച്ചതിന് മാപ്പ് തരണമെന്ന് നീ പ്രത്യേകം അവളോട് പറയണം. സാർ, എനിക്ക് ഈ ജീവിതത്തിൽ 3 പേരേ ഉള്ളൂ സ്വന്തവും ബന്ധവുമായി. വിനുവും രതീഷും പിന്നെ സാറും. അശോക്, അശോക്, അശോക്,